മുന്നണി പ്രവേശ സാധ്യത വി ഡി സതീശനുമായുള്ള തുറന്ന പോരിൽ ഏറെക്കുറെ അടഞ്ഞതോടെ നിലമ്പൂരിൽ PV അൻവർ ഒറ്റയ്ക്ക് മത്സരിച്ചേക്കും. നാളെ നടക്കുന്ന തൃണമൂൽ സംസ്ഥാന സമിതിയിൽ ഇത് സംബന്ധിച്ചുള്ള അന്തിമ തീരുമാനമുണ്ടായേക്കും. മണ്ഡലത്തിൽ ആര്യടൻ ഷൗക്കത്ത് ജയിക്കുമെന്ന അഭിപ്രായമില്ലെന്ന അൻവറിന്റെ കടുത്ത പ്രയോഗത്തോടെ UDFന്റെ നിലമ്പൂർ സ്വപ്നം ഇനി എന്താകുമെന്ന് കാത്തിരുന്നു കാണണം. UDF പ്രവേശനമെന്ന സ്വപ്നത്തിന് തിരശ്ശീലയിട്ട് PV അൻവർ പുതിയ പോർമുഖം തുറക്കുന്നുവെന്നാണ് സൂചന. തൃണമൂൽ കോൺഗ്രസിന്റെ സ്ഥാനാർത്ഥിയായി അൻവർ നിലമ്പൂർ മത്സരിച്ചേക്കും. മഞ്ചേരിയിൽ ചേർന്ന സംസ്ഥാന സെക്രട്ടേറിയറ്റിലാണ് ധാരണയായത്. അന്തിമ തീരുമാനം നാളെ നടക്കുന്ന സംസ്ഥാന സമിതിയിലുണ്ടാകും. ആര്യാടൻ ഷൗക്കത്ത് ജയിക്കുമെന്ന അഭിപ്രായമില്ലെന്ന കടുത്ത പ്രയോഗവും അൻവർ നടത്തി. ജയിക്കുമെന്ന അഭിപ്രായം എനിക്കില്ല. ഷൗക്കത്ത് തോറ്റുപോയാൽ ആർക്കതിന്റെ ഉത്തരവാദിത്വം? ഈ പറയല്ലോ ഞാൻ കാലുവാരിയെന്ന്. UDF പ്രവേശന സാധ്യതയ്ക്ക് മേൽ വെള്ളിടി വീഴ്ത്തിക്കൊണ്ട് PV അൻവർ VD സതീശനെതിരെയും ആഞ്ഞടിച്ചു. KC വേണുഗോപാലുമായുള്ള തന്റെ ചർച്ച പൊളിക്കാൻ VD സതീശൻ രാജ്യഭീഷണി മുഴക്കി. താൻ കൊല്ലപ്പെടുകയോ തുറങ്കിലാകുകയോ വേണമെന്ന് സതീശന് ഗൂഢലക്ഷ്യം. ഇരുട്ടിന്റെ മറവിൽ എന്നെ വെട്ടിക്കൊന്ന് എന്നെ ഇല്ലായ്മ ചെയ്യണോ? അതല്ല, ഈ പറയുന്ന രീതിയിൽ അബ്ദുൽ നാസർ മദനിയെ ജയിലിലടച്ചതുപോലെ ജയിലിലടച്ച് തന്നെ ഇഞ്ചിഞ്ചായി കൊല്ലണോ എന്ന കൃത്യമായ ധാരണ അദ്ദേഹത്തിനുണ്ട്. ഒരു സ്ട്രാറ്റജി ഉണ്ട്. PV അൻവറിനോടുള്ള കടുത്ത നിലപാടിൽ VD സതീശൻ ഒരിഞ്ച് പിന്നോട്ടില്ല. അൻവർ ആദ്യം UDF സ്ഥാനാർത്ഥിക്ക് പിന്തുണ പ്രഖ്യാപിക്കട്ടെ എന്ന് സതീശൻ ആവർത്തിച്ചു. അൻവറിനെ ഒതുക്കാനല്ല മെരുക്കാനാണ് ശ്രമിക്കുന്നതെന്ന് KPCC പ്രസിഡന്റ് സണ്ണി ജോസഫ് പറഞ്ഞു. നിർണായകമായ UDF നേതൃയോഗം നാളെ നിലമ്പൂരിൽ ചേരുന്നുണ്ട്. സമവായ ശ്രമത്തിനിറങ്ങിയ രമേശ് ചെന്നിത്തലയും K മുരളീധരനും അൻവറിനെ കൈവിട്ട് രംഗത്തെത്തിയതോടെ ചിത്രം ഏകദേശം വ്യക്തമായി. ന്യൂസ് ഡെസ്ക്, ന്യൂസ് മലയാളം.